നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവം. വേദികളിൽ അരങ്ങേറുന്നത് വാശിയേറിയ മത്സരങ്ങൾ. നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. YMCA ഹോസ്ദുർഗിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ വാരാഘോഷം നവംബർ 19 സമാപിക്കും. ഏകീകൃത വ്യക്തി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം. സമസ്തയുടെ നേതൃത്വത്തിൽ കാസർകോട്ട് ശരീഅത്ത് സംരക്ഷണ റാലി. ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മാനവ ഐക്യയാത്രയ്ക്ക് തുടക്കം. മടിക്കൈ ഏച്ചിക്കാനം കൊറവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഭക്തിയുടെ നിറവിൽ കുലകെട്ടൽ ചടങ്ങ് നടന്നു. പുഞ്ചാവിക്കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ 41ാം വാർഷികാഘോഷത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരത്തിന്റെ 2ാം ദിവസം പിന്നിട്ടപ്പോൾ വേദികളിൽ അരങ്ങേറുന്നത് വാശിയേറിയ മത്സരങ്ങൾ. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. 3 ദിവസങ്ങളിലായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ വാശിയേറിയ പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. സ്റ്റേജ് മത്സരങ്ങളുടെ 2ാം ദിവസം പിന്നിട്ടപ്പോൾ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ഗവൺമെന്റ് പുല്ലൂർ UP സ്കൂൾ 1ാം സ്ഥാനം നേടി. HS വിഭാഗത്തിൽ വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHSS പെരിയയും മുന്നിട്ട് നിൽക്കുന്നു. കുലമഹിമകാക്ക ഗംഗാ നദിയുടെ ഓളത്തിൽ കൈകുഞ്ഞൊഴുകി നടന്നൊരു കഥ ഇത് കേട്ടില്ലേ? പെട്ടകം കളി തൊട്ടിലായി കോളങ്ങൾ വെള്ളിയാഴ്ച ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, തിരുവാതിര, മാർഗംകളി, സംഘനൃത്തം എന്നിവ അരങ്ങേറി. സമാപന ദിവസമായ ശനിയാഴ്ച മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, ഒപ്പന എന്നിവയും അരങ്ങേറും. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സബ് കളക്ടർ മൃണ്മയി ജോഷി ഉദ്ഘാടനം ചെയ്യും. വേദികളിൽ മത്സരങ്ങൾ വാശിയോടുകൂടി നടക്കുമ്പോൾ കലോത്സവ നഗരിയിൽ സേവന പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുന്ന ചിലരുണ്ട്. ആ കാഴ്ചകളിലേക്ക്. വേദികളിൽ മത്സരങ്ങൾ വാശിയോടുകൂടി നടക്കുമ്പോൾ കലോത്സവ നഗരിയിൽ സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരാവുകയാണ് NSS പ്രവർത്തകർ. ഒത്തൊരുമയിലൂടെ കലോത്സവം വൻ വിജയമാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. ഭക്ഷണശാലയിലും വേദികളിലും കലോത്സവ നഗരിയിലെ എല്ലായിടങ്ങളിലും സേവന പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തുണ്ട്. കലോത്സവ നഗരിയിലെ മറ്റൊരു കാഴ്ചയാണ് അജാനൂർ PSC പ്രവർത്തകർ ഒരുക്കിയ പവലിയൻ. കലോത്സവ നഗരിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കുള്ള പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും വർദ്ധിച്ചുവരുന്ന രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിനായി പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. മാവുങ്കാലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പിൻവലിച്ചോ
500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മാവുങ്കാൽ ദേശീയപാതയിൽ നടന്ന ഉപരോധ സമരം ശ്രീജിത്ത് മാടക്കാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഏകപക്ഷീയമായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് അതിന് പകരം വെക്കുവാനായി ഒരുപക്ഷെ ഇന്ത്യയിൽ 80% വരുന്ന ജനങ്ങളുടെ ഉപയോഗിക്കുന്ന ഈ നോട്ട് പിൻവലിച്ചപ്പോൾ പകരം 2000-ന്റെ നോട്ടുകൾ നൽകി അതിന് പകരം വെക്കാവുന്ന 100-ന്റെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള 500-ന്റെയോ നോട്ടുകൾ നൽകാതെ ജനങ്ങൾക്ക് ഇന്ന് വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ്. ശ്രീജിത്ത് ചോയങ്കോട് അധ്യക്ഷനായി. സന്തു ടോം ജോസ്, ഇസ്മായിൽ ചിത്താരി, മധുസൂദനൻ ബാലൂർ, VP പ്രദീപ് കുമാർ, ഉമേശൻ കാട്ടുകുളങ്ങര, സുഹാസ് VV തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധ സമരത്തിൽ പ്രതിഷേധിച്ച മാവുങ്കാലിലെ BMS പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് പോലീസ് എത്തി സമരക്കാരെ നീക്കിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഏകീകൃത വ്യക്തി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സമസ്തയുടെ നേതൃത്വത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. തായലങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ റാലി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ PB ഗ്രൗണ്ടിൽ സമാപിച്ചു. മുത്തലാഖ് നിരോധനം അജണ്ടയാക്കി രാജ്യത്ത് മതവിശ്വാസികൾക്ക് നേരെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കത്തിനെതിരെ സംഘടിപ്പിച്ച ശരീഅത്ത് സംരക്ഷണ റാലിയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ സമീപത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. രാജാതിരാജനായ അല്ലാഹു 23 കൊല്ലത്തിന്റെ ഇടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ച നിയമമാണ്, ഭരണഘടനയാണ്. അത് നബിന്റെ അവസാനത്തെ നബിന്റെ ഹജ്ജത്തുൽ വദായിൽ റബ്ബ് തആല പ്രഖ്യാപനം ചെയ്തു, അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും. നബിയെ തങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നു. ഇസ്ലാം ഒരു അംഗീകൃത ഒരു ദീനായി നൽകിയിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ ഇതിൽ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു നിയമം മാറ്റൽ അല്ലെങ്കിൽ ഈ നിയമം ചേർക്കൽ ലോകത്താർക്കും അത് അനുവദിക്കപ്പെടുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് EK മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. MA ഖാസിം മുസ്ലിയാർ, അബ്ദുസമ്മദ് പൂക്കോട്ടു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, സൈനുൽ ആബിദീൻ തങ്ങൾ, നജ്മുദ്ദീൻ തങ്ങൾ, MC കമറുദ്ദീൻ, ബഷീർ വെള്ളിക്കോത്ത്, ചെങ്കള അബ്ദുള്ള ഫൈസി, ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട്, ലത്തീഫ് ചെർക്കള, സുഹൈർ അസ്ഹരി പള്ളങ്കോട് തുടങ്ങി നിരവധി പേർ സമ്മേളനവേദിയിൽ സന്നിഹിതരായി. സ്ഥാനമാനങ്ങൾ പ്രശ്നമായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലമായി. തർക്കം 2 അധ്യാപക സംഘടനാ പ്രതിനിധികളും അവരെ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാരും. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ സംസ്ഥാനതല കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം. എല്ലാ വർഷവും സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ സ്കൂൾ കലോത്സവം നടക്കാറുള്ളത്. നമ്മുടെ സംസ്ഥാനം 57ാമത് കേരള സ്കൂൾ കലോത്സവത്തിലേക്കാണ് പോകുന്നത്. കണ്ണൂരിൽ വെച്ചാണ് 57ാമത് സ്കൂൾ കലോത്സവം. ഈ കലോത്സവം 2008 വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ മുഖ്യാതിഥിയായി. കരകൗശല വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ MC കമറുദ്ദീൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. പ്രധാനാധ്യാപകൻ ഗംഗാധരൻ വെള്ളൂർ പാനൽ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ KS കീർത്തിമോൻ ബജറ്റും അവതരിപ്പിച്ചു. മുൻ DDE സൗമിനി കല്ലത്ത്, AEO TM സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ വെള്ളൂർ സ്വാഗതവും PTA പ്രസിഡന്റ് U മോഹനൻ നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിനെയും ജനറൽ കൺവീനറായി DD U കരുണാകരനെയും തെരഞ്ഞെടുത്തു. വർക്കിംഗ് ചെയർമാനായി PTA പ്രസിഡന്റ് U മോഹനെയും കൺവീനർമാരായി പ്രധാനാധ്യാപകൻ ഗംഗാധരൻ വെള്ളൂർ, പ്രിൻസിപ്പൽ KS കീർത്തിമോൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. 25 ലക്ഷം രൂപയാണ് കലോത്സവത്തിന് നടത്തിപ്പിനായി പ്രതീക്ഷിക്കുന്ന ചെലവ്. YMCA ഹോസ്ദുർഗിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ വാരാഘോഷം നവംബർ 19-ന് സമാപിക്കും. സമാപന ദിവസം തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പ്രാർത്ഥനാ വാരാഘോഷ സമാപന ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ കാഞ്ഞങ്ങാട് നഗരവീതിയിൽ പ്രതിഷേധ റാലി നടക്കും. തെരുവ് നായ ശല്യത്തിന് എതിരെ സംഘടിപ്പിക്കുന്ന റാലിയിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപൻ മാലോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് വൈകിട്ട് 5:30 പ്രാർത്ഥനാ വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങ് ഉണ്ണിമിശിഹ ഫറോന ദേവാലയത്തിൽ വിവിധ ദേവാലയങ്ങളിലെ വികാരിമാരുടെ സാന്നിധ്യത്തിൽ ചേരും. ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ഇതിനെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് YMCA ലോകവ്യാപകമായി നടത്തുന്ന ഒരു പ്രാർത്ഥന വാരത്തിൽ ഇപ്പോൾ സമാപനമാണ് ഈ വരുന്ന ശനിയാഴ്ച ഉണ്ണിമിശിഹ പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ ഈ തിരുനായിയുടെ ശല്യം നമുക്ക് സമൂഹത്തിൽ എത്ര കണ്ട് രൂക്ഷമാണെന്ന് നമുക്കറിയാം. കുട്ടികൾക്ക് നടന്നു പോകാൻ വിഷമം, രാവിലെ മോർണിംഗ് വാക്ക് നടന്നു പോകുന്നവർക്ക് നടത്തം നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. റവറൻ ഫാദർ മാത്യു ആലങ്കോട്ട്, റവറൻ ഫാദർ മാർട്ടിൻ രായപ്പൻ, ഫാദർ ഷിനോജ് വെള്ളായിക്കൽ, ഫാദർ PK എബ്രഹാം, ഫാദർ സമിദാസ് കോറോത്ത് തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോർജ് കുട്ടി ജോസഫ്, ഏലിയാസ് അമ്പാട്ട്, കുര്യൻ ചക്കാലക്കുന്നേൽ എന്നിവർ സംബന്ധിച്ചു. നാളികേര കർഷകർക്ക് ആവശ്യമായ കുള്ളൻ തെങ്ങിൻ തൈകൾ വിതരണം ആരംഭിച്ചതായി കേരശ്രീ നാളികേര ഉൽപാദക ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിത്താരി ബാങ്കിന് സമീപമാണ് നഴ്സറി ആരംഭിച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ഫലം ലഭിക്കുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളവയുമാണ് കുള്ളൻ തൈകളെന്ന് ഭാരവാഹികൾ വിശദമാക്കി. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും അംഗീകരിച്ച പൊള്ളാച്ചിയിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്ന് വിത്ത് തേങ്ങ സംഭരിച്ചു കൊണ്ടുവന്നാണ് നഴ്സറി ഒരുക്കിയത്. ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, അത് പ്രവർത്തനം നടക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കുന്നതാണ്. ഒരു തേങ്ങ ഉൽപ്പാദിപ്പിക്കാൻ 8 രൂപ ചിലവുണ്ട്. പക്ഷേ മാർക്കറ്റിൽ കർഷകന് കിട്ടുന്നത് 4 രൂപയാണ്. ആ 4 രൂപ പോലും ഇപ്പോൾ കിട്ടുന്നില്ല, സംഭരണമില്ല. സംഭരിച്ചത് തേങ്ങക്ക് പൈസ കൊടുക്കുന്നതിനൊക്കെ കൃഷിക്കാരൻ കച്ചവടക്കാരൻ ദയാദാക്ഷ്യത്തിന് മുമ്പിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ തേങ്ങയിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടി കഴിയും. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഏകദേശം 40ഓളം പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും തേങ്ങയിൽ നിന്ന്. തേങ്ങയുടെ ചിപ്സ്, ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ പിക്കിൾസ്, അതുപോലെ തേങ്ങാവെള്ളം കൊണ്ട് സോഡ, അതുപോലെ തന്നെ കരിക്കിൻ്റെ ഐസ്ക്രീം, സ്ക്വാഷ് ജാർ, അതുപോലെ തന്നെ ഹണി, ലഡു തുടങ്ങിയ 30ഓളം സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാങ്കേതികവിദ്യ നാളികേര വികസനം കൂടി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേര കർഷകർ കുള്ളൻ തൈകളുടെ ഗുണമേന്മകൾ തിരിച്ചറിഞ്ഞ് നഴ്സറി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ തുളുനാട് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ C ബാലകൃഷ്ണൻ, കേരശ്രീ ഫെഡറേഷൻ ഭാരവാഹികളായ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, B മാധവൻ, K വിശ്വനാഥൻ, നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന മാനവ ഐക്യയാത്രയ്ക്ക് തുടക്കമായി. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശമുയർത്തിയാണ് ജാഥ നടക്കുന്നത്. ന്യൂഡൽഹിയിലെ ബാബ അലക്സാണ്ടർ നടത്തുന്ന ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ മാനവ ഐക്യയാത്ര നടത്തുന്നത്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കേരള റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. മാനവ ഐക്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, ബാബ അലക്സാണ്ടർ റീജിയണൽ ഓഫീസർ ഷാഫി, ജില്ലാ ഹെഡ് ഷിൽന പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി എന്നീ വിദ്യാർത്ഥികൾക്കായി യാത്രയുടെ ഭാഗമായ വിവിധ ഇനങ്ങളാൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ വിജയികളായവർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവംബർ 30 മാനവ ഐക്യയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശവുമായാണ് യാത്ര നടത്തുന്നത്. പുഞ്ചാവി കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ 41ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്മരണിക പ്രകാശനം നടന്നു. പുഞ്ചാവി കടപ്പുറം അയ്യപ്പ ഭജന മന്ദിരത്തിലെ ഛായാചിത്ര പുനഃപ്രതിഷ്ഠാ കർമ്മവും വാർഷികാഘോഷത്തിനും തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടയുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി.
തുടർന്ന് സ്മരണിക പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് SI സുനിൽകുമാർ CK ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം എന്ന് പോകുന്ന മതമൈത്രി നമുക്ക് ശരിയായ രീതിയിൽ കാണണമെങ്കിൽ ശബരിമലയിൽ പോകണം. എത്രയോ ദൂരം കിലോമീറ്ററുകൾ നടന്നും വാഹനങ്ങളിൽ സഞ്ചരിച്ചും എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ വിശ്രമത്തിനായി ആദ്യം തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശ്രീ ബാവര് പള്ളിയിലാണ്. ആ ബാവര് പള്ളിയുടെ ഉള്ളിൽ കിടന്ന് വിശ്രമിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ കാണുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സ് നിറയുകയാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സ്ഥിതിയുമായിട്ട് സങ്കല്പിച്ച് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച തന്നെ കാണുക എന്നുള്ളൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് കരുതുന്നത്. സുവനീർ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ അധ്യക്ഷനായി. അമ്പാടി കാരണവർ സബിനേഷ് ദാമോദരൻ, മെട്രോ മുഹമ്മദ് ഹാജി, P രാമകൃഷ്ണൻ, പല്ലവ നാരായണൻ, K രാജൻ അജാനൂർ, H ബാലൻ, C ദാമോദരൻ, ബീന സദു, രാജേഷ് ഭാസ്കരൻ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ ഏച്ചിക്കാനം കൊരവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2017 മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി കുലക്കെട്ടൽ ചടങ്ങ് നടന്നു. മടിക്കൈ ഏച്ചിക്കാനം കൊരവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2017 മാർച്ച് 7, 8, 9 തീയതികളിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കും. അമൃതകലശം സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് കുലകെട്ടൽ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ മടിക്കൈ കമ്മാരൻ, P ദാമോദര പണിക്കർ, അനിൽ നീരളി, AC ധനഞ്ജയൻ നമ്പ്യാർ, AC വിജയൻ നായർ, E കൃഷ്ണൻ, അജയകുമാർ നെല്ലിക്കാട്ട്, B നാരായണൻ, കുഞ്ഞിരാമൻ ചാപ്പയിൽ എന്നിവർ സംബന്ധിച്ചു. എണ്ണപ്പാറ വിശുദ്ധയൂദ തദേവൂസിന്റെ കപ്പേളയിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്കും തിരുനാളിനും തുടക്കമായി. എണ്ണപ്പാറ വിശുദ്ധയൂദ തദേവൂസിന്റെ കപ്പേളയിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്കും തിരുനാളിനും തുടക്കം കുറിച്ചു. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിൽ നിന്നും തിരുശേഷിപ്പ് ആഘോഷമായി എണ്ണപ്പാറയിൽ എത്തിക്കുകയും തുടർന്ന് കപ്പേളയിൽ കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ മാത്യു ആലങ്കോട്ട് കപ്പേളയിൽ പ്രതിഷ്ഠയും നിർവഹിച്ചു. ദിവ്യബലി, വചന സന്ദേശം, നൊവേന എന്നിവ നടന്നു. തുടർന്ന് എണ്ണപ്പാറ വികാരി ഫാദർ ജേക്കബ് കരോട്ട് തിരുനാളിന് കൊടിയേറ്റി. 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 ദിവ്യബലി, വചന സന്ദേശം, നൊവേന എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ മാത്യു ആലങ്കോട്ട്, ഫാദർ സോണി ഇടശ്ശേരിയിൽ, ഫാദർ ജോൺ നെല്ലുവേലിൽ, ഫാദർ ജോസ് ചെമ്പോട്ടിക്കൽ, ഫാദർ മാത്യു ആനക്കുത്തിയേൽ, ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ പൊടിമറ്റം, ഫാദർ ഷിൻഡോ ആലപ്പാട്ട്, ഫാദർ സ്കറിയ ചക്കാനിക്കൽ, ഫാദർ ജോർജ് പുഞ്ചയിൽ, CMI ഫാദർ മനോജ് ഒറ്റപ്ലാക്കിൽ എന്നിവർ നേതൃത്വം നൽകും. സമാപന ദിവസം പ്രദക്ഷിണവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കൽ ഉപജില്ലാ കലോത്സവം വേദികളിൽ അരങ്ങേറുന്നത് വാശിയേറിയ മത്സരങ്ങൾ. നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. YMCA ഹോസ്ദുർഗിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ വാരാഘോഷം നവംബർ 19 സമാപിക്കും. ഏകീകൃത വ്യക്തി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം. സമസ്തയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ശരീഅത്ത് സംരക്ഷണ റാലി. ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മാനവ ഐക്യയാത്രയ്ക്ക് തുടക്കം. മടിക്കൈ ഏച്ചിക്കാനം കൊരവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഭക്തിയുടെ നിറവിൽ കുലകെട്ടൽ ചടങ്ങ് നടന്നു. പുഞ്ചാവിക്കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ 41ാം വാർഷികാഘോഷത്തിന് തുടക്കം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.